ഇന്നുള്ള ലക്ഷദ്വീപ് MP ഹംദുള്ള സയ്യിദിനെതിരെ ലക്ഷദ്വീപ് ഒന്നടങ്കം തലസ്ഥാന നഗരിയും ഒറ്റക്കെട്ടായിക്കൊണ്ട് ഇങ്ങനെ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുമ്പോൾ തീർത്തും ലക്ഷദ്വീപിൻ്റെ ഇന്നുള്ള ഈ അവസ്ഥയിൽ മിനിയാന്ന് കണ്ട ചിത്രം നമ്മെ ഒരുപാട് കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. കാരണം ഇത്രയും വലിയൊരു വഞ്ചകൻ, അല്ലെങ്കിൽ യൂദാസിനേക്കാളും ചരിത്രം ഇന്നും ഒറ്റുകാരനെന്ന് പറയപ്പെടുന്ന ഒരുപാട് വ്യക്തികളെക്കാളും, അല്ലെങ്കിൽ അവരോടൊപ്പം ചേർക്കുന്ന ഒരു നാമമായി ഇന്ന് ഹംദുള്ള സയ്യിദ് മാറിയിരിക്കുന്നു എന്നുള്ള സത്യം ലക്ഷദ്വീപ് ജനത അറിഞ്ഞുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുന്നു. കാരണം ലക്ഷദ്വീപ് ഒരു അഡ്മിനിസ്ട്രേറ്ററെ ഇന്ന് വരെ കാണാത്ത, ലക്ഷദ്വീപ് കണ്ട ഏറ്റവും നീചനും ക്രൂരനുമായ കോടാ പട്ടേൽ എന്നൊരു അഡ്മിനിസ്ട്രേറ്റർ, ലക്ഷദ്വീപ് ഇന്ന് വരെ നാം അനുഭവിച്ച എല്ലാ സൗകര്യങ്ങളും നമ്മെ താറുമാറാക്കിക്കൊണ്ട് നമ്മെ നാടുകാടുത്താൻ ശ്രമിക്കുന്ന കോടാ പട്ടേലിൻ്റെ ആ കിരാതമായ ഭരണത്തിന് എതിരെ ഒരക്ഷരം പോലും പറയാതെ ഈ ദിവസങ്ങളിൽ രാഹുൽ ഗാന്ധിയോട് ഒരുമിച്ചിരുന്നു കൊണ്ട് രാഹുൽ ഗാന്ധി വ്യക്തമായിക്കൊണ്ട് ലക്ഷദ്വീപിനെ ഇന്നുള്ള ബുദ്ധിമുട്ടുകൾക്ക് കാരണം കോടാ പട്ടേലാണെന്ന് പറയുമ്പോൾ അവിടെയും നാം ശ്രദ്ധിക്കണം. ഹംദുള്ള സയ്യിദ് കോടാ പട്ടേൽ എന്നൊരു അക്ഷരം പറയാതിരിക്കുമ്പോഴും ഇങ്ങനെ ഒരു ഗൂഢാലോചന പിന്നിലുണ്ടെന്ന് നാം ഇന്നലെയാണ് വ്യക്തമായത്. അന്നും കൂടെയുള്ള പലരും കോടാ പട്ടേലാണ് ലക്ഷദ്വീപിന് ഇന്നുള്ള ഈ അവസ്ഥയ്ക്ക് കാരണമെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ട് കൂടി മിനിയാന്ന് വളരെ ലക്ഷദ്വീപിലെ ഓരോ ജനങ്ങളും മേജർ 5 ഐലൻഡുകൾ അങ്ങേയറ്റത്തെ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ വരാൻ പോകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയായി കാണുന്ന പണ്ടാരം ലാൻഡുമായുള്ള ഒരു പുതിയ റെഗുലേഷൻ ഇറങ്ങിയതിന്റെ 2 ദിവസങ്ങൾക്കും ഇപ്പുറം ഹംദുള്ള സയ്യിദ് വന്നുകൊണ്ട് കോടാ പട്ടേൽ എന്ന ധിക്കാരിയായ ഭരണാധികാരിയെ പൊന്നാട അണിയിച്ചുകൊണ്ടാണ് സ്വീകരിച്ചത്. ആ ഒരു ചിത്രമാണ് നമ്മൾ കണ്ടതെങ്കിൽ ഇവിടെ നാം സംശയിച്ചു പോകേണ്ട ഒരു കാര്യം, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ വിജയം അതിനുള്ള നന്ദി പറച്ചിലല്ലേ ഹംദുള്ള സയ്യിദ് കാണിച്ചതെന്ന് നാം ഇവിടെ അറിയാതെ, അല്ലെങ്കിൽ നമ്മൾ ഓർത്തു പോവേണ്ട ഒരു വിഷയമാണ്. ഇവിടെ പ്രതിപക്ഷമെന്ന ഒരു കൂട്ടായ്മ ഈ മണ്ണിലുള്ള കാലത്തോളം ഹംദുള്ള സയ്യിദ് എന്നല്ല, കോടാ പട്ടേൽ എന്നല്ല, ഇനിയും ഒരു 100 കോടാ പട്ടേൽ ഈ മണ്ണിൽ പുനർജനിച്ചാലും ആ കോടാ പട്ടേലിന്റെ കിരാതമായ ഭരണങ്ങൾക്ക് ഒപ്പം നിന്നുകൊണ്ട് ഈ നാടിനെ ഒറ്റാനാണ് ഹംദുള്ള സയ്യിദ് ശ്രമിക്കുന്നതെങ്കിൽ എഴുതി വെച്ചോ, ഓർത്തു വെച്ചോ, ബമ്പന്റെ പ്രസ്ഥാനം അധികാരമുള്ളതിനേക്കാളും നീ ഭയക്കേണ്ടത് അധികാരമില്ലാത്ത പ്രതിപക്ഷമായ ഈ പ്രസ്ഥാനത്തിനാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഒപ്പം നിൽക്കാനാണ് നിലപാടെങ്കിൽ എഴുതി വച്ചോ ഈ പ്രസ്ഥാനത്തിന്റെ നിലപാട്. അതിലേതറ്റം വരെ പോയിക്കൊണ്ടും ഈ നാടിനെ, ഈ ജനങ്ങളെ സംരക്ഷിക്കുമെന്ന ഉറപ്പോടുകൂടി ഹംദുള്ള സയ്യിദിന് ശക്തമായ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ജയൽ വൈസി. കത്തട്ടെ 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 ഹംദുള്ള കത്തട്ടെ ഹംദുള്ള കത്തട്ടെ 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 ഹംദുള്ള കത്തട്ടെ ഹംദുള്ള കത്തട്ടെ ലക്ഷദ്വീപിനെ ഒറ്റുകൊടുത്ത പട്ടേലിന്റെ ഷൂനക്കെ ലക്ഷദ്വീപിനെ ഒറ്റുകൊടുത്ത പട്ടേലിന്റെ ഷൂനക്കെ കത്തട്ടെ 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 ഹംദുള്ള കത്തട്ടെ നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞോ ഭൂമി പിടിക്കണ പട്ടേലിന്റെ എച്ചിൽ നക്കും പേപ്പട്ടി കത്തട്ടെ 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 ഹംദുള്ള കത്തട്ടെ നാട് ഭരിക്കാൻ അറിയില്ലെങ്കിൽ വീട് ഭരിക്കണ തമ്മാട് കത്തട്ടെ 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 ഹംദുള്ള കത്തട്ടെ ലക്ഷദ്വീപിൻ അഭിമാനം തകർത്തു വന്ന യൂദാസ് നരസികണ്ടിയമ്പേ മാപ്പ് തരില്ല